ഹലോ ഫ്രണ്ട്സ്, ചെക്കൻ ഒമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നോങ്കായ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നോങ്കായ് എന്ന് പറയുന്നത് നമ്മുടെ ലാവോസ് തായ്ലൻഡ് ബോർഡറിൻ്റെ അടുത്താണ്. തായ്ലൻഡിൻ്റെ ലാസ്റ്റ് ബോർഡർ പട്ടണമാണ് നോങ്കായ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് ലാവോസിലാണ്, പുതിയ രാജ്യത്തിലോട്ടാണ് പോകുന്നത്. കരമാർഗം ദാണ്ടെ ഇങ്ങനെ നടന്ന് ബോർഡർ പോസ്റ്റ് വഴി പോകാനാണ് പ്ലാന്. എനിക്കറിയില്ല എങ്ങനെ ആയിരിക്കും ഇവിടുത്തെ കാര്യം. എനിക്ക് വിസ ഒന്നും വേണ്ട, എനിക്കിവിടെ വിസ ഓൺ അറൈവലുണ്ട്. ഇന്ത്യക്കാർക്ക് ഈ വിസ ആയിട്ട് എടുത്തു പോകാം. ഈ വിസ $50 അല്ലാതെ നമുക്ക് ഇവിടെ വന്നിട്ടും ബോർഡറിൽ നമുക്ക് വിസ അടിച്ച് കിട്ടും. അതിന് 40, 45 അതോ $50 തന്നെയാണ് കേട്ടോ. ഞാൻ ഇന്ത്യക്ക് പുറത്ത് ശേഷം വന്നതിന് ശേഷം ഇന്നാണ് ഇത്രയും വെയിൽ കൊള്ളുന്നതിനെ. എമിഗ്രേഷൻ അപ്പോൾ ഇനി എമിഗ്രേഷനിലോട്ട് പോട്ടെ. തായ്ലൻഡ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് കുറച്ച് പോകണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലാവോസിൻ്റെ ബോർഡർ വരുന്നത്. വിയറ്റ്നാമും കംബോഡിയയും പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം ഇല്ല. കാരണം എനിക്ക് സമയമില്ല. യൂറോപ്പിൽ വിസ തീരുന്നുമ്പേ പെട്ടെന്ന് എത്തണം. യൂറോപ്പിൻ്റെ വിസ എനിക്ക് പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് എത്തണം കേട്ടോ. നമ്മുടെ ഡിപ്പാർച്ചർ ടെർമിനൽ ഇവിടെയാണ് നമ്മുടെ എമിഗ്രേഷനൊക്കെ ഉള്ളത്. ആ കാണുന്നതാണ് നമ്മുടെ എമിഗ്രേഷൻ. അപ്പോൾ അങ്ങനെ എൻ്റെ ഇത് കഴിഞ്ഞു. എൻ്റെ എന്ന് പറയുമ്പോൾ എമിഗ്രേഷനിൽ പാസ്പോർട്ട് കൺട്രോളല്ല, അല്ലാതെ ഇവർ ഇന്ത്യൻസ് ആയതുകൊണ്ട് വേറെ ഇതിൽ പറഞ്ഞു വിട്ടു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാണ് ലാവോസ് പോകുന്നത്, എന്നിട്ട് ചൈന എന്തിനാണ് പോകുന്നത്, എത്ര ദിവസം കാണും. ഞാൻ പറഞ്ഞു അത്രയും ഒരു ആൻസർ പറഞ്ഞു. അപ്പം തന്നെ അവർ പാസ്പോർട്ട് അടിച്ച് ബാക്ക് പാക്കറാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു വിട്ടു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഹിച്ചയ്ക്ക് ചെയ്ത് പോകാൻ പറ്റില്ലേ കണ്ടിട്ട്. ഈ കാണുന്ന ഭാഗത്തോട്ടാണ് കേട്ടോ നമുക്ക് പോകുന്നത്. ഇറ്റ് ഈസ് ഇല്ലീഗൽ ടു ബ്രിങ് ഓർ ടേക്ക് ഔട്ട് ഓഫ് തായ്ലൻഡ്. നമ്മുടെ തായ്ലൻഡിൻ്റെ ബോർഡറിൻ്റെ ഫ്ലാഗാണ്. ഇവിടെ നമുക്ക് ലിഫ്റ്റ് അടിച്ച് പോകാനായിട്ട് ഭയങ്കര പാട്. വാക്ക് ചെയ്ത് പോകാൻ കഴിയില്ല, കറക്റ്റ് മിഡിൽ ഈസ്റ്റ് പോലെ. അതുകൊണ്ട് ഇവിടെ ബസ്സിൽ കയറാൻ വേണ്ടി വന്നതാണ് കേട്ടോ. 30 ബാത്താണ് ഒരാൾക്ക് ടിക്കറ്റ്, അതായത് 80 രൂപയാണ് കേട്ടോ. ഈ കാണുന്ന ബസ്സിൽ നിന്ന് ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ പോകാൻ. എൻ്റെ അമ്മ, സീറ്റൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ തായ്ലൻഡ് സൈഡ് വിടുവാണ് കേട്ടോ. ഇനി ഇതിവിടെ ഇവർക്കൊരു ചെറിയൊരു പുഴയോ എന്തോ ഉണ്ട്. അത് ക്രോസ് ചെയ്ത് നമ്മൾ പാലം ക്രോസ് ചെയ്ത് വേണം നമുക്ക് ലാവോസിൽ എത്താൻ വേണ്ടി. ട്രെയിൻ പോകുന്നു തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ട്രെയിനിൻ്റെ ഒരു ലൈനൊക്കെ ഉണ്ട്. ഇവിടെ താണ്ടെ ചെറിയൊരു ബുദ്ധ മൊണാസ്ട്രിയും സംഭവങ്ങളൊക്കെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. മെക്കോങ് റിവറാണ് നമ്മുടെ തായ്ലൻഡിൻ്റെയും നമ്മുടെ ലാവോസിൻ്റെയും ബോർഡറായിട്ട് വരുന്നത്. നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ ലാവോസിൻ്റെ ഫ്ലാഗുകൾക്ക് വിരാമം. ഇപ്പം നമ്മുടെ ഫുള്ള് ലാവോസിൻ്റെ ഫ്ലാഗാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലാവോസിലോട്ട് എൻ്റർ ചെയ്യാൻ വേറെ നിമിഷങ്ങൾ മാത്രം. ഈ കാണുന്ന ഭാഗം തൊട്ട് നമ്മുടെ ലാവോസിൻ്റെ പരിധിയിലാണ് കേട്ടോ. യെസ്, ഫൈനലി വെൽക്കം ടു ലാവോസ്. അവരിനിയിപ്പോൾ വേറെ എന്തെങ്കിലും ബോർഡറിൽ എന്തെങ്കിലും പറയുമെന്നോ അറിയില്ല. കാരണം നമുക്ക് വിസ ഓൺ അറൈവലുണ്ട്. നമ്മളുടെ അടുത്ത് വേറെ ഒന്നുമില്ല. ഈവൻ booking.comൻ്റെ ഒരു ഫേക്ക് ബുക്ക് പോലും നമ്മൾ ചെയ്തിട്ടില്ല. നോക്കട്ടെ, ഒന്നുമില്ല, നമുക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഇവിടെ വെൽക്കം ടു ലാവോ ബോർഡർ എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. വെൽക്കം ടു ലാവോ ബോർഡർ. എന്നമോ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇവരുടെ ബോർഡർ പോസ്റ്റ്. അറൈവൽ പാസഞ്ചേഴ്സിൻ്റെ വഴി ഇങ്ങോട്ടാണ്. അവിടെ ഒരു വിസ ഓൺ അറൈവൽ യൂണിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടാണല്ലോ പോകേണ്ടത്. വിസ ഓൺ അറൈവൽ എടുക്കാനാണ് എനിക്കും പോകേണ്ടത്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വിസ ഓൺ അറൈവൽ. വിസ ഓൺ അറൈവലിൽ നമ്മൾ ഈ കാണുന്ന ഒരു അറൈവൽ കാർഡ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവരെന്തിനാണെന്നോ ഇത് തന്നത്, വെൽക്കം ടു ലാവോസ്, അവരുടെ ടൂറിസം പരസ്യമോ. ഇതിൽ നമ്മൾ എന്തൊക്കെ എഴുതണം. Hello. Yeah, you need a phone. Have a phone. Sweet. You can have. So, copy have it. Eka. Thank you.
ഇതിനൊരു വിസ കിട്ടി. എൻ്റെത് അവർ ഇതിൽ അടിച്ചു $40 കേട്ടോ വിസയ്ക്ക് വരുന്നത്. നമ്മൾ ഈ വിസ എടുത്താൽ 50. അപ്പോൾ അതുകൊണ്ട് വിസ ഓൺ അറൈവൽ ഇവിടെ വന്നിട്ട് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ അതാണ്ട് എക്കാസുവിന് ഒരു സെപ്പറേറ്റ് ഒരു ഇത് കിട്ടി കേട്ടോ, സെപ്പറേറ്റ് ഒരു വിസ ആയിട്ട് അടിച്ചു കിട്ടി. അത് എനിക്ക് തോന്നുന്നു തായ്വാൻ ആയതുകൊണ്ടാണ്, ചൈന അവരുടെ ആ ഒരു ഇതുകൊണ്ടാണ്. എനിക്ക് പാസ്പോർട്ടിൽ കിട്ടി. ഇപ്പം ജോർജിയ എന്നുള്ള രാജ്യമൊക്കെ എക്കാസുവിന് പോകാൻ തന്നെ കഴിയില്ല, തായ്വാൻ ആയതുകൊണ്ട്. എന്താണെന്നോ അറിയില്ല, അത് അവരുടെ പൊളിറ്റിക്കൽ ഇതാണ്. കസ്റ്റംസും കഴിഞ്ഞ്, കസ്റ്റംസിലൊന്നുമില്ല, ആകെ റംബൂട്ടാൻ മാത്രമേ ഞാൻ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ ടാക്സി സർവീസും ബസ് സർവീസൊക്കെയാണ്. അങ്ങനെ ഫൈനലി വെൽക്കം ടു ലാവോസ്. സബൈദി. We going nearby. We don't take taxi. No. Thank you. ഇവര് ടാക്സി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ നിന്ന് വിയന്നയിൽ പോകാനായിട്ട് കുറച്ച് ദൂരമുണ്ട്. പക്ഷേ നമ്മൾ വിയന്നയും പോകുന്നില്ല. ഇവിടെ ലാവോ ടെലികോം നമ്മൾ സിമ്മൊന്നും എടുക്കുന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എന്നിട്ട് പിന്നെ എന്താ പറയുക, വൈഫൈ യൂസ് ചെയ്യും. എന്നിട്ട് ഉടൻ ചൈനയിൽ പോകും. ചൈനയിൽ പോകുന്നതിൻ്റെ അർജൻറ്റ് ഉണ്ട്. പിന്നെ എനിക്ക് മംഗോളിയയിൽ പോകണം. മംഗോളിയയിൽ പോയിട്ട് എനിക്ക് വേണ്ട എനിക്ക് റഷ്യയിൽ പോകണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. യെസ്, അങ്ങനെ എൻ്റെ ഈ ഒരു യാത്രയിൽ 1, 2, 3ാമത്തെ രാജ്യമാണ് കേട്ടോ. മ്യാൻമറിൽ നിന്ന് തായ്ലൻഡ്, തായ്ലൻഡിൽ നിന്ന് ലാവോസ്. എക്കാസു, ആർ യു ഹാപ്പി? Why should I happy? We are in Laos la. Laos Yeah. ഇവിടെ ലാവോ തായ് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ്. ഇവിടെ എന്താ ഒരു ഓസ്ട്രേലിയൻ ഫ്ലാഗ് പുറത്ത് വെച്ചിരിക്കുന്നത്. കൺസ്ട്രക്ഷന് വല്ല പൈസ കൊടുത്തോന്നോ എനിക്കറിയില്ല. 1991 ഇത് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. 91 പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി നടന്നു പോട്ടെ. അവിടെ ഒരു ചെറിയൊരു മാർക്കറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാ അവിടെ ഷൂസ് സംഭവങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്ന മാർക്കറ്റൊക്കെയാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ സമയം കളയാനില്ല. ഹിച്ച് ചെയ്ത് നമ്മൾ ഫ്രണ്ടിൻ്റെ അവിടോട്ട് പോവുകയാണ്. ഇവിടെ ബസ്സുകൾ ഇതാണ്ട്, ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ബസ് 162. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ബസ് ചീപ്പായിരിക്കണം കേട്ടോ. ഇവിടുത്തെ കറൻസിക്ക് വലിയ വിലയൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ബസ് ഇവിടുത്തെ 2000 എത്രയാണ് കേട്ടോ ഒരു ഇന്ത്യൻ കറൻസി. അല്ല, $1 22,000 എന്തോ ആണ്. സബാദി ഇതെന്താ സംഭവം? വാട്ട് ഈസ് ദിസ്? What is it? Huh? Nang puai. ഇതെന്തോ കാളയുടെ എന്തിൻ്റെയൊക്കെ രോമമുള്ള മീറ്റാണ് കേട്ടോ. വാലാണെന്ന് തോന്നുന്നു. ഇതെന്താ, കയറാണോ? നൂഡിൽസ്. കണ്ടിട്ട് വയറ് പോലെ ഇരിക്കണം കേട്ടോ. ഇത് വയറാണല്ലോ. പിന്നെ വേറെ ലൈസും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അവരിക്കുന്നത്. വാലിനെ എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് വാലൊക്കെ എടുത്ത് കളയില്ല, അതിനെ കൊണ്ടുവന്ന് വിറ്റാതിയായിരുന്നു കേട്ടോ. താങ്ക് യുവിൻ്റെ ലാവോ ഭാഷയിൽ ഞാൻ പഠിച്ചില്ല, അല്ലെങ്കിൽ താങ്ക് യു പറയായിരുന്നു. സബാദി മാത്രമേ പഠിച്ചുള്ളൂ. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പല ആളുകളും ചോദിക്കാറുണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കാറുണ്ടെന്ന്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണൊക്കെ എടുത്ത് ഇനി ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, അതിനെക്കാട്ടി വേറൊരു ഫണ്ണാണ് കേട്ടോ. ഭാഷ അറിഞ്ഞുകൂടാതെ ഇങ്ങനെ കേട്ട് പഠിക്കുന്നതും വേറൊരു രസമാണ്. ഇവിടെ ലിക്കർ ഷോപ്പൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. എനിക്കറിഞ്ഞൂടാ, വില കുറവായിരിക്കണം, അതുകൊണ്ടൊക്കെ ആയിരിക്കണം. താങ്ക് യു. തായ്ലൻഡ്, സോറി, ലാവോസിൽ വന്നിട്ട് ആദ്യമായിട്ട്. ഹലോ Sabadi. Do you speak English? No. But you said no. My mother, she can speak English. Oh, okay, you know. Okay. How I say thank you, Sabadi? How I say thank you in Lao? Khop Thai. Okay, so I want to say you, Mom. Khop Thai. Okay. അങ്ങനെ അവർ എനിക്ക് തോന്നുന്നു ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പോകുന്നതെന്ന് തോന്നുന്നു. Where you go? We are going to friend's house. Friend's house? Yeah. Where the friend house? I know map. It's near your home. Where is your home in Vientiane? ถ้านั่นแหละกับไปทางนั้นสะดวก150 ปีถ้านั่นแหละกับไป150เขาจะไปเงินปลาเขาเจ้าบ่ได้ไปทางนี้เอาแล้วyou see the map again. And Mahin. Mahin, yeah. And Tuk-tik. And you can call me Tuk. Tuk. My mother name is Sa. Easy. Sa. Dup sa. Dup എന്നാണ് പുള്ളിയുടെ പേര്. Thu.
അവരുടെ പേര് സത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ തൂന്നാക്കുന്നതല്ലേ, പക്ഷെ ഇത് ഇവരുടെ പേരാണ്. ഇവിടെ ഞാൻ കണ്ട വേറെ അത്ഭുതം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗ് ആണ് കേട്ടോ. ലാവോസിന്റെ കൂടെ അത് കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗ് ആണ്. There are communists here, Laos. Hi. Yeah. There is communist in Laos. Somebody Communist. communist. Yeah. Political party, communist. Police. This is Arival Chittika Nakshatram. Like a house. No, the flag. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഫ്ലാഗ്? Only friend, no marriage, no shadi. This is old girl, my young boy, no marriage, no happen. This is my friend. Fan. Yeah, no this. Woman fan. Woman friend, yes. Woman fan. This, mommy, this not good. This not good. Me good. Very good. ആന്റി അവര് തായ്ലൻഡിൽ പോയിട്ട് ജോലിക്ക് വേണ്ടി ജോലി എന്നല്ല, ട്രീറ്റ്മെന്റിന് വേണ്ടി പോയതാണ് കേട്ടോ. എനിക്കൊന്നും ലാവോസ് അത്ര ആ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവര് തായ്ലൻഡിന് വേണ്ടി ട്രീറ്റ്മെന്റിന് എന്തോ പോയിട്ട് അവര് തിരിച്ചു വരുന്ന വഴിയാണ്. ലാവോസിലെ US എംബസിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെയുള്ള വിയന്റൈനിലുള്ള US എംബസിയാണ്. നല്ല വലിയൊരു എംബസി കേട്ടോ. In the city, maybe like 20. 20, more chilling. Yeah. Kopi chai. Mami, kopi chai. Thank you. If you want to cook chai in Laos, you can just go. Do that. Kopi chai. One mobile, so I kopi chai. അപ്പൊ നമ്മള് ഇറങ്ങുവാണ് കേട്ടോ. അവര് നമ്മളെ പകുതി ആക്കി തന്നിട്ടുണ്ട്. ഇനി അയ്യോ വണ്ടികൾ വരുന്നുണ്ടല്ലോ, പുറത്തിറങ്ങണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര വെയില് കേട്ടോ. അയ്യോ വെയില്. പാർട്ടി ഓഫീസാണോ ഇത്? ആർമി കേന്ദ്രം എന്തോ ആണ് കേട്ടോ. അതാണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗ് കണ്ടോ. അതായത് ഈ രാജ്യം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ലാവോസ് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് ഞാൻ സത്യത്തിൽ അറിഞ്ഞില്ല. വിപ്ലവ രാജ്യമാണ് കേട്ടോ. നല്ല ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് തായ്ലൻഡിനെയും കാട്ടി വില കുറവായിരിക്കണം. അതാണ്ടേ. ഹലോ, ഹൗ ആർ യു? നൈസ് ഫ്രൂട്ട്സ്. അതാണ്ടേ ചെറിയ പുറത്തേച്ചക്ക ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് ഹൗ മച്ച്? ഭസ്മയാണ് കേട്ടോ ഇതിൻ്റെ വില. എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതാണ്ട് ഇവിടെ പഴവും ഇതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. എല്ലാവരും വീഡിയോ എടുക്കുന്നതാണെന്ന്. ഇതെന്താ സ്കൂളാണോ? ഹലോ. ഇവിടെ സ്കൂൾ എന്താണ് കേട്ടോ. അവിടെ കുറെ കൊച്ചുങ്ങൾ ഇത് നമ്മളെ ചാറ്റ് കാണിക്കാണ്. This is small school? Yeah. We can go inside? ചിക്കൻ കാലൊക്കെ കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? സമ്മർ ക്യാമ്പ്. ഓ ഇത് സമ്മർ ക്യാമ്പ് എന്താണ് കേട്ടോ. സ്കൂളിന്റെ സമ്മർ ക്യാമ്പ് എന്താണ്. അതാണ്ടേ ചെറിയൊരു ഇതാണ് കേട്ടോ. കണ്ടില്ലേ, അടിപൊളി കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്കൂളെന്ന് തോന്നുന്നു. അവർ ഫോറിനേഴ്സിനെ കണ്ടുകൊണ്ട് ക്യൂരിയസ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. തായ്ലൻഡിൽ ഇത്ര ക്യൂരിയസ് ആയിട്ടുള്ള ആളുകളെ കാണാൻ കഴിയില്ല. കാരണം തായ്ലൻഡിൽ ഭയങ്കര ടൂറിസ്റ്റുകൾ വരും. ഇവിടെ ലാവോസിൽ പിന്നെയും കുറവാണ്. No, I was asking, are you waiting for picking up your kids? He said, no. You're not married? No married? Oh, you're married. No kids. നല്ല ക്യൂട്ട് കുട്ടികളെ കേട്ടോ. We're going to friend's place. We going this way? Yeah, it's very hot. We'll find the lift. ഹലോ. ഇവിടെ സ്വീറ്റ് പൊട്ടാറ്റോയൊക്കെയാണ് കേട്ടോ ഇവർ ധാരാളം വിൽക്കുന്നത്. ഇവിടെ കൊള്ളാമല്ലോ. ഇവിടെ എനിക്ക് തോന്നുന്നു തായ്ലൻഡിനെ കാട്ടി നല്ല ഒരു വൈബുണ്ട് കേട്ടോ. എന്തോ വേറൊരു ലോക്കൽ വൈബ് ഫീൽ ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ സ്കൂളിൻ്റെ അകത്തോട്ട് നമ്മൾ കയറിയില്ല. എനിക്ക് സമയമില്ല. എനിക്കൊന്ന് പോയിട്ട് കുളിച്ചിട്ടൊന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണം. We going straight. Are you going this way? Thank you. ഇങ്ങോട്ട് കൊണ്ടുവന്ന ലിഫ്റ്റാണ്. പുള്ളിക്കാരന് മനസ്സിലായി വിദേശിയാണെന്ന്. വെയിലത്തുന്ന ഒരു സമാധാനം. This way, so many temple. This road.
നമ്മൾ കേരളത്തിലെത്തിയ പോലെ തോന്നുന്നില്ലേ? ഇറ്റ്സ് ലുക്സ് ലൈക്ക് കേരള, റൈറ്റ്? But we are not in Kerala. This is Laos, Habibi. Everywhere is Kerala. Yeah, everywhere there are like parts looks like Kerala. കണ്ടില്ലേ? ഇവിടെ അത് പോസ്റ്റ് മാൻ ആണെന്ന് തോന്നുന്നു. അമ്മച്ചിയുടെ വീട്ടിൽ എന്തോ കൊണ്ടുകൊടുത്തിട്ട് വരുന്നു. പോസ്റ്റ്മാൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. അഡ്രസ്സിൽ എന്തോ കൊടുത്തിട്ട് വരുന്നു. കൊള്ളാം കേട്ടോ. പച്ചപ്പും ഹരിതാപകരവും ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ സിറ്റിയിൽ നിന്ന് പുറത്താണ് സ്റ്റേ ചെയ്യുന്നത്. സിറ്റി വിയൻഡൈൻ എന്ന് പറയുന്നത് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഇതിനു മുമ്പ് വിയൻഡൈൻ അല്ലായിരുന്നു ക്യാപിറ്റൽ, വേറെ ആയിരുന്നു. പിന്നെ വിയൻഡൈനിലോട്ട് എന്തോ മാറ്റിയതാണ് കേട്ടോ ആ ഒരു ക്യാപിറ്റൽ. ഈ കാണുന്നതാണ് നമ്മുടെ ഹോസ്റ്റിൻ്റെ വീടെന്ന് തോന്നുന്നു. നമ്മൾ ബെല്ലടിച്ചു, ഓപ്പൺ ആയോ? No, it's all. Hey. Sabadi. Thanks, man. Nice place. You're Russian, right? Yeah. Как дела? Хорошо. Спасибо. Thank you. How did you get? നല്ല ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഒരു കോസി പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവിടെ ഒരു പൂളുണ്ട്. അപ്പോൾ നമ്മുടെ നിക്കോളാസിനെ കാണിച്ചാൽ. നിക്കോളാസ്, ഹൗ ആർ യു? I'm good. Как дела? Хорошо. നമ്മളിവിടെ വന്നിട്ട് ബോർഡറിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് റംബൂട്ടാന്, പിന്നെ നിക്കോളാസ് ഇവിടെ ചിക്കന്, നമ്മളൊരു ചെറിയൊരു ഭക്ഷണം, പിന്നെ നമ്മൾ ഇന്നലെ അവിടെ നിന്ന് തായ്ലൻഡിൽ നിന്ന് വാങ്ങിച്ച ചിക്കനൊക്കെയാണ്. താങ്ക്സ് ഫോർ ഹോസ്റ്റിംഗ് മീ ബ്രോ. Welcome to Laos. ഓക്കെ, താങ്ക് യു. കപ്ചായ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. നല്ല ടയേർഡാണ്. ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം, കുളിക്കണം. അപ്പോൾ Nicholas, where are you from in Russia? Which place? I'm from a small town called Syktyvkar. Syktyvkar. Yeah. Okay. So it's like northern part? Davpan represent. What? Davpan, it's like a neighborhood in my hometown. Okay. Like a ghetto kind of neighborhood. Okay. Ghetto. So he's also traveling, you are also traveling around Southeast Asia? Yeah, but not as much as you do. Like I just change countries every year. Okay. Stay for a longer time. Living traveling. പുള്ളിക്കാരൻ Sort of like this. വിയറ്റ്നാമിൽ ഒരു 9 മാസം ഉണ്ടായിരുന്നു, കംബോഡിയയിൽ കുറച്ച് ആൾ, തായ്ലൻഡിൽ ഒരു 7 മാസം, പിന്നെ ഇവിടെ ഇപ്പോൾ ലാവോസിൽ 1 വർഷമായിട്ട്. അപ്പോൾ നിക്കോളാസ് നമ്മളെ ഹോസ്റ്റ് ചെയ്യുകയാണ്. ഇതിനിടയിൽ വേറൊരാളെ ഹോസ്റ്റ് ചെയ്യുമായിരുന്നു. അവരിപ്പോൾ ഓൾറെഡി പോയേ ഉള്ളൂ. അപ്പോൾ അവർ തായ്ലൻഡിൽ പോയി, നമ്മൾ തായ്ലൻഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഓക്കെ, വിൽ ഹാവ്. That's it. ഈ കാണുന്നത് നമ്മുടെ സ്റ്റിക്കി റൈസ് മുട്ടയിൽ ചെയ്തിട്ട് അത് എന്താ പറയുക, കവേർഡ് ബാർബിക്യൂ ഇതാണ് കേട്ടോ. അതാ കണ്ടില്ലേ, അകത്ത് സ്റ്റിക്കി റൈസ് ആണ് കേട്ടോ. കൊള്ളാം കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ്, നമ്മൾ സിറ്റിയിലോട്ട് പോവാണ്. ഇവിടെ എല്ലായിടത്തും ടെമ്പിളാണ് കേട്ടോ. അവിടെ ഒരു ബുദ്ധയുടെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ടാക്കുന്ന കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇവിടെ വേറൊരു ലാവോ ടെമ്പിളാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഓ, അവിടെ പുള്ളിക്കാരൻ എന്തോടെ മണിയടിക്കുന്നുണ്ടോ, ഒരു ബുദ്ധിസ്റ്റ് മോങ്ക്. This is Chinese and Thai style. അവിടെ നിന്ന് മണിയടിക്കുവാണോ? നല്ല രസമുള്ള അമ്പലം കേട്ടോ, നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ച ആ മണ്ടി അടിക്കുന്നത്, ഞാൻ വിചാരിച്ചത് ഇവിടുത്തെ എന്തെങ്കിലും ശബ്ദമൊന്നും, ഇവിടെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ ശബ്ദമാണെന്ന് വിചാരിച്ചത്. പുളിമരം കണ്ടേ, നല്ല രസമല്ലേ കാണാനായിട്ട് അമ്പലം. അടിപൊളി കേട്ടോ. ഇവിടെയാണ് കേട്ടോ. ഹലോ. ഓ, ഇത് കണ്ടില്ലേ, പൊളിഞ്ഞു വീഴോ. ഇവിടെ ഇവരുടെ എന്തോ സംഭവം ഉണ്ടല്ലോ, എന്താണെന്ന് അറിഞ്ഞൂടാണ്. ഉള്ളിലോട്ട് കയറി പോട്ടെ. ഹലോ. ഹലോ സൗദി. Savadi, hi. You speaking English?
കപ്പ് ചായ കപ്പ് ചായ. നല്ല അടിപൊളി. അവർക്ക് ഭയങ്കര ഷൈ ആണ് കേട്ടോ. ഇവിടത്തെ മോങ്കുകളാണെന്ന് തോന്നുന്നു. യു ആർ വെരി ഷൈ. യു നോട്ട് ടോക്കിംഗ്. സേ ഹായ്. സേ ഹായ്. യു ആർ മോങ്ക്. കണ്ടില്ലേ ഭയങ്കര ഷൈ ആണ് കേട്ടോ. ഹൗ ഓൾഡ് ആർ യു? യുവർ ഏജ്? വാട്ട് ഈസ് യുവർ നെയിം? യുവർ നെയിം? My name is Mahin. Your name? Mot. Mong. Mot. Mot. Give me a second. Good boy. Look good. What is your name? Novice Paul. Novice Paul. Yes. Oh, okay. Thank you. Cup chai. Cốc chai. Bye bye. ഞാൻ കുറെ മണിയൊക്കെ അടിച്ചപ്പോൾ വിയർപ്പ് കണ്ടില്ലേ. ഏതൊരു ഗവൺമെന്റ് ഓഫീസാണ് കേട്ടോ. കണ്ടില്ലേ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗ് കണ്ടോ? കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗ് താണ്ടേ അരിവാൾ ചുറ്റുക നക്ഷത്രം. ഇനി അടുത്ത നമ്മൾ നെക്സ്റ്റ് പോകുന്നത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചൈനയിലോട്ടാണ്. അവിടെയും അരിവാൾ ചുറ്റുക നക്ഷത്രം എല്ലായിടത്തും കാണാൻ കഴിയും. എന്തോ നല്ലൊരു കടയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ നമ്മളെ വല്ലോ തന്നെ എന്തെങ്കിലും ടേസ്റ്റ് പിടിക്കുന്ന സാധനം തന്നെ എന്തോ. യു സ്പീക്ക് ഇംഗ്ലീഷ്? നോ, ഇവിടെ ആരും ഇംഗ്ലീഷ് സംസാരിക്കില്ല. അതാണ് വേറൊരു കാര്യം. ദിസ് ഇസ് സ്റ്റിക്കി റൈസ്. മൊക്പിയ. പതേ. Mokpade. Do you know something? Mokpade. So bye. You going straight? Can we come? We just going round. Can we come? Thank you. Cup chai. നല്ല ചൂട് കേട്ടോ. പുറത്തെല്ലായിടത്തും നല്ല ചൂട്. പുള്ളിക്കാരൻ ലിഫ്റ്റ് തന്നിട്ടുണ്ട് നമുക്ക്. How we say? Shavai. How are you? Sabadi. Oh, you speak English? A little bit. Oh, a little bit. Why is this dress? Are you police? Oh, this is police dress. Oh, പച്ചയാണ് കേട്ടോ പോലീസ് ഡ്രസ് ഇവർക്കുള്ളത്. Now you are going home. You finished? Going home. You are going to city? No. Okay. About 5 kilometers. ഇവിടെ എല്ലാം കൊച്ചു കുട്ടികളാണ് കേട്ടോ വണ്ടിയൊക്കെ ഓട്ടിക്കുന്നത്. ഇതാ ഇവിടെ കണ്ടില്ലേ. ഇതൊന്നും അല്ല കേട്ടോ. ഇതിന്ന് മണക്കൂസ് കുട്ടികളാണ് വണ്ടി ഓട്ടിക്കുന്നത്. ഹലോ. Why nobody is stopping for us? ആരും നമുക്ക് വണ്ടി നിർത്തുന്നില്ല. ഹലോ. പോലീസ് ആരോ പ്രധാനപ്പെട്ട ഒരാൾ വരെയാണ് കേട്ടോ. ഈ വണ്ടിക്കാര് തന്നെ. ഈ ബസ് പോവാൻ തന്നെ കേട്ടോ ഇവര് വഴിമാറിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരോ ഒരു പ്രധാനപ്പെട്ട ആൾക്കാരാണെന്ന് തോന്നുന്നു. സ്കൂള് വിട്ടുപോകുന്ന കുട്ടികളുടെ കാഴ്ചയാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ചെറിയ സ്കൂളിൽ നിന്ന് താണ്ട് ബസ്സിൽ വന്ന് ഇറക്കിയിട്ട് പോയി വരുന്ന കാഴ്ചയാണ് കേട്ടോ. അടുത്തൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി. ഹലോ. സവാദി. പുള്ളിക്കാരൻ്റെ മകളെ വിളിക്കാൻ വേണ്ടി സ്കൂളിലോട്ട് വന്നതാണ്. അപ്പം നമ്മളും പുള്ളിക്കാരൻ്റെ മകളെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ല, ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്കൂള്. ചെറിയൊരു സ്കൂളാണ് കേട്ടോ. ദിസ് ഈസ് സ്മോൾ സ്കൂൾ. സ്മോൾ സ്കൂൾ. ഓ, ദിസ് ഈസ് യുവർ ഡോട്ടർ. പുള്ളിക്കാരൻ്റെ ഡോട്ടർ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് കണ്ടില്ല കേട്ടോ. ഇവിടെ എല്ലാവരും ചെറിയ കുട്ടികളൊക്കെ വണ്ടി ഓട്ടിക്കും കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, കൊച്ചുകുട്ടിയാണ് കേട്ടോ. ഇവളെയൊക്കെ കണ്ടിട്ട് കൊച്ചുകുട്ടിയായിട്ടാണ് തോന്നുന്നത്. എന്നിട്ട് വണ്ടി ഓട്ടിക്കും. ഇവിടെ മാതാപിതാക്കൾ വരുമ്പോൾ ഇവർ മൈക്കിൽ വിളിച്ച് പറയും കേട്ടോ. അതാണ്ടേ അവിടെ ഒരു ചേച്ചി ഇരുന്ന് മൈക്കിൽ വിളിച്ച് പറയുവാണ്. അപ്പോഴും ഇവരെ വിടും കേട്ടോ. അവർ ഓരോ പേരുകളായിട്ട്. അതുകൊണ്ട് ഇതാണ് കേട്ടോ മോള്. ഹായ്, ഹലോ. പുള്ളിക്കാരൻ്റെ മോള് ഈ കുട്ടിയാണ് കേട്ടോ. സവാദി. കണ്ടില്ലേ, ഓരോ ആൾക്കാരായിട്ട് വരുവാണ് കേട്ടോ. അവരുടെ പേര് വിളിക്കുമ്പോൾ ഓരോ ആൾക്കാരായിട്ട് അവരുടെ മാതാപിതാക്കളടുത്ത് വരും. അല്ലാതെ അവരെ വിടൂലെന്ന് തോന്നുന്നു കേട്ടോ. You speak English? Yes, but not really. Okay. Hello. Okay. പുള്ളിക്കാരെ നമ്മളടുത്ത് പറയാ
എല്ലാരും പറയാറുണ്ട് ലാവോസിൽ ആകെ 2 വെതറേ ഉള്ളൂ, ഹോട്ട് ആൻഡ് വെരി ഹോട്ട്. ചൂടും അതിചൂടും, ഇതാണ് കേട്ടോ ഇവിടുത്തെ 2 കാലാവസ്ഥകള്. പിന്നെ മഴക്കാലം ഇപ്പൊ 2-3 ദിവസം കൊണ്ട് മഴ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ചൂട് കുറവെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ചൂടെന്നാണ് കേട്ടോ പുള്ളിക്കാരൻ പറയുന്നത്. ഇവിടെ വിയന്റീന ക്യാപിറ്റൽ വളരെ ഒരു ചെറിയ ഒരു ക്യാപിറ്റലാണ് കേട്ടോ. ഇവിടെ ധാരാളം എന്താ പറയാ കുറെ ചെറിയ ചെറിയ വില്ലേജുകളുണ്ട്. അത് വെച്ചിട്ടുള്ള ഉണ്ടാക്കിയ ഒരു ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. മണിക്കൂസ് ക്യാപിറ്റലാണ് കേട്ടോ. നമ്മുടെ എന്താ പറയാ ഒരു ആലപ്പുഴ അതിന്റെ അത്ര പോലും ഒരു വലിപ്പം ഇല്ലാത്തൊരു ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. കാണുന്നതാണ് ഇവരുടെ ഇവിടുത്തെ ചൈന ടൗൺ കേട്ടോ. ചൈന ടൗണില് കുഴപ്പമില്ല, അത്യാവശ്യം തന്നെ വലിയൊരു മോളും 2-3 ഉച്ചത്തിലുള്ള ബിൽഡിങ്ങുകളും നമുക്കുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ചൈനക്കാരുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ചൈനീസ് അധോലോകത്തിന്റെ സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു ഈ കാണുന്ന എല്ലാം. പുള്ളിക്കാരൻ നമ്മുടെ ചെന്നൈയിലും മുംബൈയിലൊക്കെ വന്നിട്ടുണ്ട്. കോപ്ഷായ്, വാട്ട് ഈസ് യുവർ നെയിം? ഫനാം. ഓക്കെ കോപ്ഷായ്. ചൈനീസ് ടൗണിൽ താണ്ടെ ബാങ്ക് ഓഫ് ചൈനയൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ചൈനീസ് ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. ഇവിടെ പല സംഭവങ്ങളും ചൈനീസ് ഭാഷയിലൊക്കെയാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് വിയന്റൈൻ്റെ ഒരു സെന്റർ പാർട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ ഒരു വലിയ ബിൽഡിങ്ങുകളുടെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയ എന്താ പറയുക കാഴ്ചകളും കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വാക്കുണ്ടല്ലോ മണിക്കൂസ് ടൗൺ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ആളുകൾ പൂവൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടല്ലോ. ഇതെന്തിനാന്തോ കേട്ടോ, ഇതെന്താ മടി സാർ? What is this? I can eat? Yeah, it's made from pork. Oh, it's made from pork. Yeah. Pork കൊണ്ടാണ് But this one is sweet. Yeah. Why you buy this flower? To pray the Buddha. Oh, pray. ബുദ്ധയ്ക്ക് പ്രേ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. Taiwan. Taiwan. Oh. India. India. Kerala. Nice to meet you. Same here. Nice to Okay. meet you. She is coming from school. Yeah. Hello. Come on. How are you? Good. സബാദി. കണ്ടില്ല, ആളുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. താങ്ക് യു. കപ്ചായ്. അവർ കണ്ടില്ല, ഇവിടെയും ബുദ്ധയ്ക്ക് വേണ്ടിയൊക്കെയാണ് ഈ ഫ്ലവറും സംഭവങ്ങളൊക്കെ. കൊള്ളാം കേട്ടോ. ഇവിടെ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെയാണ്. ഡ്രസ്സിനൊക്കെ 20,000 ഇതൊക്കെയാണ് വരുന്നത്. 20,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ $1 അടുപ്പിച്ച് വരും. 10-75 രൂപയൊക്കെ അടുപ്പിച്ച് വരും. ഇവിടെ എല്ലാം എനിക്കൊന്നും ഇതൊക്കെ യൂസ്ഡ് ക്ലോത്ത് ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് പുതിയതായിട്ട് തോന്നില്ല. എൻ്റെ അമ്മ 35,000-നും this is 35,000. It's like $1.5. എൻ്റെ അമ്മ. Cheaper than Thailand. Yeah, but $1.5 for this one. ഇത് 120 ആ ഒരു രൂപയൊക്കെ വരും കേട്ടോ. ഒരു 120 രൂപയുടെ അടുപ്പിച്ചൊക്കെ വരും. എല്ലായിടത്തും ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ് കേട്ടോ. സ്ത്രീകളുടെ ഷോപ്പ് തൊട്ടപ്പുറത്ത്, സ്ത്രീകളുടെ അപ്പുറത്ത് 2 ഫുള്ള് മുഖം സൗന്ദര്യം ഇതിൻ്റെയൊക്കെ ഷോപ്പുകളാണ് കേട്ടോ. മേക്കപ്പ് സംഭവങ്ങളുടെ ഒരു വലിയൊരു കടയാണ്. എല്ലാവർക്കും മേക്കപ്പ് ഇടുന്ന എന്താ പറയുക അങ്ങനത്തെ ഒരുങ്ങി നടക്കുന്ന ഒരു കൾച്ചർ ഇവിടെ ഉണ്ട് ഈ ഒരു രാജ്യത്ത്. സ്പെഷ്യലി അതർ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, ഇവിടെ ഫുള്ള് മീനും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. തവള ഫ്രോഗ്. സബാദി തവള പിന്നെ തവളക്കാല്, അതാണ്ട് തവള, ബ്രെയിന്, മീന് എല്ലാം കൂടെ മിക്സഡ് ആണ് കേട്ടോ. എടുത്ത് വന്നപ്പം തന്നെ എന്തോ ഒരു മണം കേട്ടോ. ഇവിടെ മീനും സബായി അതാണ്ടേ ഇവിടെ മീന്. ഇതെന്താ? ഇവിടെ സോസേജ്, മീന്, ഇതൊക്കെ മീന്, ഇതൊക്കെ എന്തിൻ്റെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു കണ്ടിട്ടൊരു വൃത്തിയും ഒരു ഇതും തോന്നുന്നില്ല. കണ്ടില്ലേ, ഇതൊക്കെയാണ് അവരുടെ ബിഹൈൻഡ് ദ സീൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ആരോ തൊട്ടിൽ കെട്ടി പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, പണക്കാരൻ മുളകാളി. ഇവിടെ തന്നെ റൈസാണ് കേട്ടോ ഇവരുടെ റൈസ്. നോ തവള ഫ്രോഗ്. തവള. ഇവിടെയും തവള ഉണ്ട് കേട്ടോ. ദിസ് ഈസ് ടേസ്റ്റി. ആളുകൾ ടേസ്റ്റിയാന്ന് പറയുന്നുണ്ട് കേട്ടോ, അറിയില്ല. നെക്സ്റ്റ് ടൈം. കൊപ്ചായ്.
കണ്ടിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ അതിൻ്റെ നാറ്റം. അയ്യോ, ഇപ്പോഴും അത് പോകുന്നില്ല. ഇവിടെ തണ്ടേ, ഇവിടെ മുടിക്കടയാണ് കേട്ടോ, മുടി വിൽക്കുന്ന കടയാണെന്ന് തോന്നുന്നത്. തണ്ടേ ബ്യൂട്ടി പാർലർ, മുടിക്കട. തണ്ടേ ഇങ്ങനത്തെ കടകൾ ഇവിടെ ധാരാളം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സലൂൺസ്, ഇവരുടെ ബ്യൂട്ടി ക്രീംസ് ഒക്കെ വിൽക്കുന്ന ഇതാണ് കേട്ടോ. ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഡൽഹിയിലും ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ കഴിയും. ബട്ട് എന്നാലും ഈ ഒരു തലസ്ഥാനം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ചെറിയതാ. ഇതെന്തോ എന്തിൻ്റെ വാലാണ് കേട്ടോ ഈ കാണുന്നത്, പശുവിൻ്റെ തന്നെ. സവാദി അതാണ്ട് ഇവിടെ ഫ്രൂട്ട്സും ഡ്രാഗൺ ഫ്രൂട്ട്സൊക്കെ ധാരാളം ഉണ്ട്. അടുത്ത വീണ്ടും ഒരു ബ്യൂട്ടിക്കാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ബ്രെഡ് ഇവിടെ ഭയങ്കര കോമൺ. അതാ ബക്കറ്റ്. അതാ ബക്കറ്റ് കണ്ടില്ലേ, ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഇവരുടെ വിയറ്റ്നാമീസ് ബ്രെഡാണ്. പിന്നെ പുകയില, ധാരാളം ആളുകൾ പുകയില കഴിക്കുന്നു. സവാദി ദാറ്റ് ഈസ് ഡിഫറെന്റ്. ദിസ് ഈസ് നൂഡിൽസ് റൈറ്റ്? കണ്ടിട്ട് വള്ളി പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കയറിന്റെ കട്ടിയുണ്ട് സംഭവം. ഇത് ബാല. ആര്യവൈദ്യശാല എത്തി കേട്ടോ, ആര്യവൈദ്യശാല. ചൈനീസ് മെഡിസിൻസ് ഒക്കെയാണ്. ഇതാ പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ കുറേ സാധനമുണ്ട്. ബ്ലാക്ക് ജിഞ്ചർ, നല്ല മണം കേട്ടോ ബ്ലാക്ക് ജിഞ്ചർ. സവാദി ഫുള്ള് ഇവരുടെ മെഡിസിൻസിൻ്റെയൊക്കെ സ്മെല്ലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ വയ്ക്കുന്ന. കഷായം കറക്റ്റ് നമ്മുടെ ആര്യവൈദ്യശാല എത്തിയൊരു ഫീലാണ് കേട്ടോ. അങ്ങനത്തെ കുറേ കടകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെയും അവർക്ക് എന്തോ ഓയിലൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ജിഞ്ചർ ഭയങ്കര കോമൺ ആണല്ലോ. ഇതെന്താണ് സംഭവം? ഇവിടെയും കണ്ടില്ലേ, ഇതെന്താ സംഭവം? ഇത് നമ്മുടെ മഞ്ഞളാണെന്ന് തോന്നുന്നു. ഇവിടെ വേറെ എന്തോ സാധനമുണ്ട്. ഹലോ, എന്തൊക്കെയുണ്ട് കേട്ടോ ഇവിടെ. താണ്ടേ സന്ധിവേദന അതിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെയാണ്. താണ്ടേ കണ്ടിട്ട് നല്ല മെഡിസിൻസ് ആണെന്ന് തോന്നുന്നു. താണ്ടേ ഇവിടെയും നമ്മുടെ വേദനയുടെ ഇതിൻ്റെയൊക്കെയാണ്. എന്തായിക്കണമെന്ന് പറഞ്ഞൂടാ. ദിസ് ഈസ് ചൈനീസ് മെഡിസിൻ. ദിസ് ഈസ് ചൈനീസ് മെഡിസിൻ. ചൈനീസ് മലു. ഇതാണ്ടേ നല്ല രസമുള്ള ഇത് കേട്ടോ. ഈ കാണുന്ന കുരുവും സംഭവങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. മാത്രമല്ല കട ഫുള്ളായിട്ട് നല്ല സ്മെല്ല് കേട്ടോ, ഭയങ്കര അടിപൊളി സ്മെല്ല്. ഈ ഒരു സ്ട്രീറ്റ് it's same like you know, if you come to our Kerala Aryavaidyashala, this type of shops nice same smell. We have all these things, even not only in China. നമ്മുടെ നാട്ടിലുള്ള അതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ 2-3 വേറെ ഇത്, പിന്നെ കവറൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് അറിഞ്ഞുകൂടാ. ഇവിടുത്തെ മോട്ടോ ബൈക്ക്. ഹലോ, ഹൗ ആർ യു? ഓക്കെ, അവർ നമ്മളടുത്ത് മോട്ടോ ബൈക്ക് വേണമെന്ന് ചോദിച്ചു. ഇതുപോലത്തെ ചെറിയ ബൈക്കാണ് അവർ, എന്താ പറയുക, ഇങ്ങനത്തെ ഇത് ടാക്സി അസോസിയേഷൻ ആണ് കേട്ടോ. ഇവരുടെ ബൈക്ക് ടാക്സി അസോസിയേഷനാണ് കണ്ടത്. അപ്പോൾ നമ്മൾ സിറ്റി സെൻറ്റർ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഇതാ ഇങ്ങനത്തെ ഒരു സംഭവം. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗും ലാവോസിൻ്റെ ഫ്ലാഗ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം കമ്മ്യൂണിസ്റ്റിൻ്റെ ഫ്ലാഗും ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റി സെൻറ്റർ. എല്ലായിടത്തും ടെമ്പിൾസ് ഉണ്ട്. കാരണം അങ്ങ് ദൂരെ കണ്ട അവിടെയും നമുക്കൊരു ക്ഷേത്രം കാണാൻ സാധിക്കും. ഇതാണ് കേട്ടോ ഒരു ചെറിയൊരു കൊച്ചു സിറ്റി സെൻറ്റർ. ഇനി അങ്ങോട്ട് നമ്മൾ പോവാം. ഇവിടെ കാർഡ് കളിക്കുവാണ് കേട്ടോ. Can I sit? Can I? കാർഡ് കളി നോക്കട്ടെ, ഇവരുടെ കാർഡ് കളി. പുള്ളിക്കാരി ടേബിൾ ഷീറ്റിൻ്റെ അടുത്ത് പൈസ വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ട് കയറുന്നത്. എനിക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ, സബാദി കളിക്കുന്നതല്ല. കൈ നോക്കുന്നു. ഓ, കൈ നോക്കുന്നു. Yeah, pretty thinking. This one. This. Kay. ഒന്നും മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നെങ്കിലൊക്കെ മനസ്സിലാക്കായിരുന്നു.คือจะอยากไปหาไปเลยได้คิดว่า Did you understand anything? I know this.
like the person we will have our instinct to get 3 cards and open, and she will explain what is your recently situation. 14đó biết một người nào đây người khác bảo áo lốt. എന്തായാലും എനിക്ക് കൈ നോക്കേണ്ട ആവശ്യമില്ല, ഇത് കണ്ടിട്ട് ബോറടിക്കുന്നു. കപ്ചായ് 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 ബൈ. You know, it's the first time I see that people use the poker. Yeah, Because some most people of the time I saw they have they specific use parrot. When we went to Kerala we did, right? Yeah. നമ്മൾ കേരളത്തിൽ പോയപ്പോൾ കരോളയൊക്കെ കൊണ്ട് ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ അവർ പോക്കറിൻ്റെ കാർഡ് കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. യെസ്, ഇപ്പോൾ പിന്നെയും ഒരു ക്യാപിറ്റൽ എത്തിയ ഒരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് പിന്നെയും ഒരു തോന്നിയത്. നല്ല വെയിൽ കേട്ടോ. അയ്യോ, വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ അടിക്കുവാണ് കേട്ടോ. ഹലോ, ഇതാണ്ടേ ഇവിടെയും നമ്മുടെ ലാവോസ് കൊടിയുടെ അടുത്ത് നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് കൊടി പതാക പാറി പറക്കുന്നുണ്ട്. ഇത് ഇവരുടെ ബാങ്ക് എന്താണ് കേട്ടോ, കെ ബാങ്ക്, കസിക്കോറ തായ് ബാങ്ക്. ഇത് തായ്ലൻഡ് ബാങ്ക് ആണല്ലോ. അതിപ്പുറത്ത് ചൈനീസിൽ എഴുതിയിട്ടുണ്ട്, തായ് ഭാഷയിൽ എഴുതിയിട്ടുണ്ട് കസിക്കോറന്തായ് ബാങ്ക്. ഇത് ഇവരുടെ തായ്ലാൻഡ് ബാങ്കാ. മസാജ് കണ്ടില്ലേ ഇവിടെ, മിൽക്ക് മസാജ്. എന്താ മിൽക്ക് മസാജ്? മിൽക്ക് യെല്ലോ മസാജ്. വാട്ട് ഈസ് ദാറ്റ്? ഓയിൽ മസാജിന് 1,10,000 1,10,000 കിപ്പാണ് കൊടുക്കേണ്ടത്. എൻ്റെ അമ്മോ. ഓ, ഇതാണ് മിൽക്ക് യെല്ലോ. യെല്ലോ ഓയിൽ. മിൽക്ക് വൈറ്റ്? നോ, മിൽക്ക് യെല്ലോ ഓൺലി. ഓ, ദിസ് ഈസ് ഓയിൽ. ഓ, അരോമ. പിന്നെ സ്കിൻ സ്ക്രബ്. കാണുന്നത് നമ്മുടെ ഡാം സ്തൂബയാണ് കേട്ടോ. ദാറ്റ്സ് ഡാം സ്തൂബ, അതായത് THAT ദാറ്റ് DAM സ്തൂബ. അറിയില്ല കേട്ടോ. തത്താം കോണർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പേര് ദാം സ്തൂബ എന്നാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ബുദ്ധി സ്തൂപമാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടിട്ട് നല്ല രസമുണ്ട്. ആളുകൾ പരിപാലിക്കാത്തതുകൊണ്ട് ഇങ്ങനെ കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുവാണിതാ. ഇവിടെ കുറച്ച് പേര് പാർക്ക് പോലത്തെ സംഭവമുണ്ട്. കുറച്ച് പേരൊക്കെ ഇവിടെയൊക്കെ സൈഡിൽ വന്നിരിക്കുന്നുണ്ട്. ക്യാപിറ്റൽ കണ്ടിട്ട് എനിക്ക് ബോറടിക്കണം കേട്ടോ. ഇവിടെ ഒന്നുമില്ല. ഈവൻ കഴിക്കാൻ പോലും ഒരു ഭക്ഷണം കിട്ടുന്നില്ല. ആകെ കണ്ടത് ആ തവള ഇറച്ചിയും മറ്റേ കുറച്ച് പ്രാണിയും പാറ്റയും പല്ലിയൊക്കെയാണ്. വേറെ ഒന്നും ഇതുവരെയായിട്ട് കണ്ടുമില്ല. പക്ഷേ വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ് ടൗൺ എക്കാസു? I don't know. Empty. ഫുൾ empty. ഒന്നുമില്ല. നോട്ട് ആക്റ്റീവ്. ആകെ കുറച്ച് വണ്ടികൾ മാത്രം പോകുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താ ലവ് ആണോ വരച്ചു വെച്ചിരിക്കുന്നത്? കടന്ന് അവസാനം ഒരു റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ സബായത്തി. ഇവിടെ നോ ഹാവ്, ചില ഇല്ലാത്തതിന് നോ ഹാവ് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. 20,000 ജ്യൂസ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാം. പിന്നെ I'm ordering later. for me one soup, one no pork. Okay. More chicken, more soup instead of pork. Okay. This is your house? Yes. പുള്ളിക്കാരിയുടെ വീടും കൂടിയാണ് അവർ കടയായിട്ട് വെക്കുന്നത്. ഇവിടെ തന്നെ കുറേ പച്ച ഇലകള്. പിന്നെ അതാ ഇവിടെ കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇവിടെ എല്ലായിടത്തും ഇവരുടെ QR ഇതുപോലത്തെ പേ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. വാവ്, നൂഡിൽ സൂപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ചിക്കൻ നൂഡിൽ സൂപ്പ് ആൻഡ് ചിക്കൻ റൈസ്. നൈസ്. ചിക്കൻ റൈസ് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടിട്ട്. ഇവിടെ നൂഡിൽ സൂപ്പ് ഇത്രയുണ്ട്. നല്ല എരിയുണ്ട്. ഞാൻ റൈസും നൂഡിൽസും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ കഴിക്കുന്നത്. ഞാനാണ് ആ സൂപ്പ് നൂഡിൽസ് ഓർഡർ ചെയ്തത്. എന്നിട്ട് അത് എക്കാസൂര് കൊടുത്തിട്ടുണ്ട്. You are the one who ordered it. അടിപൊളി. നോ സ്മോക്കിംഗ് എന്ന് കണ്ടില്ലേ? ചൈനീസിൽ ഓരോ എഴുതി വെച്ചിട്ടുണ്ട്. ചൈനീസ് കസ്റ്റമേഴ്സ് ധാരാളം ഉണ്ട്. ഈവനിങ് സൺഡേ വി ആർ ക്ലോസ്, താങ്ക് യു. പിന്നെ അതാ ഇവിടെ കണ്ടില്ലേ, ഇതണ്ടേ ബുദ്ധ ഇവരുടെ ദൈവത്തിന് മുന്നിൽ ഇവർ കാണിക്കായിട്ട് പഴമൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ഹൗ മച്ച് ടോട്ടൽ? നോ ടോട്ടൽ ടുഗദർ 90,000. എൻ്റെ അമ്മോ. മ്യാൻമാർ. ഷീ ഈസ് മ്യാൻമാറി, Burmese girl. Look like Myanmar. I look like what? Yeah, Indian. I look like Indian. No Myanmar. What is your name?
My name? Muay. മൂവായി Yeah. മൂവായാണ് കേട്ടോ ചേച്ചിയുടെ പേര്. ഇവർക്കൊക്കെ നല്ല പ്രായമുണ്ട്, പക്ഷെ കണ്ടാൽ തോന്നിക്കില്ല. ഹൗ ഓൾഡ് ആർ യു? ഞാൻ I will say. You guess. 32, 37, 35, not 40. 44. 44. 44 വയസ്സ് കേട്ടോ. If you come to my place, they will think that you are 25. They will come to marry you. But you are 44. കണ്ടില്ലേ, 44 വയസ്സാണ്. ഞാൻ വിചാരിച്ചു കേട്ടോ ഇവർക്കൊരു 35 വയസ്സെങ്കിലും മിനിമം കാണുമെന്ന്. 44 നെട്ടിപ്പോയ കേട്ടോ. You look so beautiful. Oh, thank you. If you come India, you just say you are 20. Don't say you are 40. Don't say you are 44. They will believe. Thank you. Kapchai. അവര് ചൈനീസ് സംസാരിക്കാണല്ലോ. Yeah, you like Chinese. How you know Chinese? 因为我们是华人。 Ah, so you're originally from China. Oh, you're from China. No. My Ah, parent. Ancestor. Oh, ancestor from China. Grandparents, yeah. Oh. So many people are like from ancestor is Chinese here. yeah. Oh, many people ancestor is like Chinese. So many of them they know China. Sorry, Chinese. Yeah. I think You went to China before? No. Oh, okay. One year. ബോണിയർ. പുള്ളിക്കാരിയുടെ എന്താ പറയുക ആൻസിസ്റ്റേഴ്സ്, അവരുടെ പൂർവികരൊക്കെ ചൈനീയൻ എന്നുള്ളവരാണ്. അങ്ങനെ കുറേ പേരുണ്ട്. ശേഷേ നീഹാവോ മാ നീഹാവോ നീഹാവോ ആ 你好吗？好。 ന്യൂച്ചുനാലി 你去哪里？ Ah. 你有去哪里？ ആ ഹിയർ പുള്ളിക്കാരി ഒരു സ്ഥലത്ത് പോയത് ഇവിടെ തന്നെ ഉണ്ടെന്നാണ്. വുമൻ ഷീ ലൂഷിഞ്ച് വുമൻ ഷീ ലൂഷിഞ്ച് ഷു 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 那你晚上你们可以到那边湄公河那边有夜市。湄公河 night market. What? Second is the night market. Night market at what time? Until when? 10. നൈറ്റ് മാർക്കറ്റ് അടുത്തെന്തോ ഉണ്ട്, പോയി നോക്കാം. സൂപ്പർ മാർക്കറ്റിൽ കയറിയ ഞങ്ങൾക്ക് പാലിന് വരെ കൊടുക്കേണ്ടി വന്നത് 51,000 51,000 ഇവരുടെ ലോക്കൽ കറൻസിയാണ് നമുക്ക് കൊടുക്കേണ്ടി വന്നത്. ഇവിടെ എല്ലാത്തിനും കണ്ടില്ലേ, ഇതിന് 1,19,500 രൂപ. വന്നാലും കുടിക്കാൻ വെള്ളമില്ലെങ്കിലും ബിയർ ഉണ്ട് കേട്ടോ. ബിയർ ഇവിടെ വിൽപ്പന ഭയങ്കര കൂടുതലാണ്. ദാ അവിടെയും കണ്ടില്ലേ, ഇവിടെയും ബിയറാണ് കേട്ടോ. ബിയർ ഭയങ്കര കോമൺ ആണെന്ന് തോന്നുന്നു ഇവിടെ. നമ്മൾ അങ്ങനെ ഒരു ട്രഡീഷണൽ ഏരിയയിലോട്ട് വന്നതാണ്. മ്യാൻമർ പോലെ തന്നെ ഇവിടെയും അവർ ഇതുപോലത്തെ പാവാട പോലത്തെ സാധനം എടുക്കും കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഈ ക്ലോത്ത് ഒക്കെ കാണാൻ നല്ല അടിപൊളി കേട്ടോ. നല്ല ഭംഗി ചന്തമുള്ള തുണികളാണ്. ഇത് പാവാട പോലത്തെ സാധനമാണ് കേട്ടോ ഇവർ എടുക്കുന്നത്. It's so nice, right? Oh, I like this. Run. വേണ്ട ഇവിടേക്ക്. ഹലോ സവാദിക്ക. No, just looking. കണ്ടില്ലേ, ദിസ് ഈസ് ലാവോസ് ട്രഡീഷണൽ ഡ്രസ്. ഓ, ഇതുപോലത്തെ മുണ്ട് ലാവോസ് ട്രഡീഷണൽ ആണ് കേട്ടോ. ഒരു സ്ഥലത്ത് വഴിയരികിൽ ആരോ മരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഇവരിങ്ങനെ കർട്ടനൊക്കെ കെട്ടി അകത്ത് ആളുകൾ ഭക്ഷണമൊക്കെ കഴിക്കുവാണ്. ഇവിടെ ഒരു പാർക്കാണ് കേട്ടോ, ഇവരുടെ ഒരു സെൻറ്റർ പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. വേറൊന്നും ഞാൻ ഇവിടെ അങ്ങനെ അധികം കാണാൻ സാധിച്ചില്ല. ഈ ഒരു പാർക്ക് മാത്രമാണ് കേട്ടോ ഇവിടെ അങ്ങനെ നല്ലതുപോലെ ഒന്ന് കാണാൻ സാധിച്ചത്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നല്ല കുറേ പേരുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. ഹോട്ടലിൽ വരെ ഹോട്ടലിൽ വരെ അവർ ചൈനയുടെ ഫ്ലാഗൊക്കെ ചൈനയിൽ നിന്ന് അവരുടെ കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗ് വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല. ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. അതുകൊണ്ടേ ഇവിടെ ജുമാ മസ്ജിദ് ഇപ്പോൾ തറയിൽ പോയനാ. അതുകൊണ്ട് ഇവിടെ വിയൻഡെയിൻ ജമാ മസ്ജിദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മുസ്ലിം അസോസിയേഷൻ വിയൻഡെയിൻ ക്യാപിറ്റൽ. ഇങ്ങോട്ടാണ് കേട്ടോ ഒരു പള്ളി. ഇരിക്കുന്ന ജപ്പാനീസ് സ്ട്രീറ്റിലാണല്ലോ, ഫുള്ള് ജപ്പാനി കടകളാണല്ലോ. മമ്മി ജി ഇതോ അവിടെയൊക്കെ കണ്ടില്ലേ, കൊള്ളാം കേട്ടോ. അവിടെ കുറേ ആൾക്കാരിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ പള്ളിയുടെ അടുത്ത്. ഞാൻ വിചാരിച്ചു നോമ്പ് പറയുമെന്ന് വിചാരിച്ചു. നോമ്പല്ലല്ലോ ഇവിടെ. അതുകൊണ്ട് ജമാ മസ്ജിദിൻ്റെ അടുത്ത് കുറേ ആൾക്കാരിങ്ങനെ. ഇതാണ് കേട്ടോ പള്ളി. അവിടെ കുറേ ആൾക്കാരിന്ന് കഴിക്കുന്നുണ്ട്. എന്താന്തോ ഇതാണ് കേട്ടോ പള്ളി. ഇവിടെ നമുക്ക് ഒളവ് എടുക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ പള്ളി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. Assam se. Assam? Assam se. Kemana acho? Sorry, की खबर? Malu. आप इधर क्या कर रहा है? इधर काम कर रहा है? नहीं, इधर मस्जिद है ना ये. ओह, इमाम नमाज पढ़ा. आप इधर का इमाम है? माशाल्लाह. बहुत अच्छी बात. सब ठीक है. ഇവിടെ താണ്ടെ നമസ്കാര സമയവും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഡൊണേഷൻ ബോക്സും സംഭവങ്ങളൊക്കെയാണ്. ഈ കാണുന്നതാണ് കേട്ടോ പള്ളി.
LGBTQ, right? LGBTQ. This flag. Oh, she don't know what is LGBTQ. She say no. She say No, ഇത് LGBTQ ന്റെ flag ആണ്. She say no. What is LGBTQ? I know LGBTQ is rainbow. No, this is LGBTQ flag. So a lot of people they also use a rainbow color as something different. Something about this is LGBTQ flag. Okay. നമ്മളങ്ങനെ നടന്ന് കുറച്ച് ഇവിടുത്തെ നൈറ്റ് കാഴ്ചകളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം. ഇവിടെ നമ്മളൊരു വലിയൊരു പാർക്കിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഫുള്ള് മരങ്ങളൊക്കെ ഉള്ള ഒരു പച്ച ഹരിതാപകരം എന്ന് പറഞ്ഞ പാർക്ക്. നല്ല മഴ വരുന്നതിൻ്റെ ഒരു കോള് വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് പാട്ടും ശബ്ദങ്ങളൊക്കെ കാണാം. രസമുണ്ട് കേട്ടോ. ഒരു അടിപൊളി പാർക്കിലോട്ടാണ് വന്നത്. ആളുകൾക്ക് ഓടാനും നടക്കാനൊക്കെ ഉള്ള ഒരു പാർക്കാണ് കേട്ടോ. ഒരു വലിയൊരു പാർക്ക്. ശബാദി സൈക്കിളോട്ട് കിടക്കുവാണ് കേട്ടോ. സൈക്കിളിൽ കയറാനുള്ള ഇതില്ല. നൈസ് റൈറ്റ്. My country has a lot. ഈവൻ അവർ ഓൾസോ. ഇവിടെ ഒരു സ്ഥലത്ത് ആളുകൾ പാട്ടിട്ട് അങ്ങ് ദൂരെ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. ഒരു സ്ട്രീറ്റിൽ മുഴുവൻ ആൾക്കാർ. കേട്ടോ അവര് അതിന്റെ ഇടയിൽ പൈസ വാങ്ങുന്നുണ്ട് ഓരോ ആൾക്കാരെ ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ. എനിക്കൊന്ന് എക്കും പൈസ കൊടുക്കേണ്ടി വരുമെന്നോ. രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഓരോ ആള് കണ്ടില്ലേ. ആണ് ഇവിടുത്തെ നൈറ്റ് സ്ട്രീറ്റ്. എന്താ പറയുക, കുറേ ഷോപ്പുകൾ. 10,000-ന് ഇവിടെ നമ്മുടെ ഇതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 10,000-ന് മൊബൈലിൻ്റെ പൗച്ചാണെന്ന് തോന്നുന്നു. അതായത് 10-40 രൂപ ആ ഒരു രൂപയൊക്കെ വരുള്ളൂ. ഇവിടെ ഫുള്ള് സ്ത്രീകളുടെ എന്താ പറയുക ക്ലോത്തിങ് സ്റ്റോറുകൾ. കൊള്ളാം കേട്ടോ. ഒരു ഓപ്പൺ ആയിട്ടുള്ള കുറേ സ്പേസ് ഉണ്ട്. ആളുകൾക്കൊക്കെ വന്ന് നടക്കാം. ഇതാണ് കേട്ടോ നൈറ്റ് സ്ട്രീറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഭക്ഷണശാലകളൊന്നും ഞാൻ അങ്ങനെ അധികം കണ്ടില്ല. ഇവിടെ കൂടുതലും ഡ്രസ്സും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അങ്ങ് ദൂരമായിട്ട് കുറച്ച് എന്താ പറയുക ഭക്ഷണത്തിൻ്റെ ചെറിയ കടകളൊക്കെ കാണാം. ഇവിടെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ കാണുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മ്യാൻമർ അല്ലേ. പക്ഷേ തൊട്ടപ്പുറത്ത് ആ പുഴയുടെ അപ്പുറത്ത് കാണുന്നത് നമ്മുടെ തായ്ലൻഡാണ്. ജസ്റ്റ് തൊട്ടപ്പുറത്താണ് കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല. ഇവിടെ കുറച്ച് ചെറിയ ഭക്ഷണശാലകളൊക്കെയാണ്. അതോ അവിടെ ഒരു റിവറുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഫുള്ള് നമ്മുടെ തായ്ലൻഡാണ്. ഒരു ചെറിയൊരു റിവർ കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു 2 രാജ്യങ്ങൾ വേർതിരിച്ചിരിക്കുന്നത്. അവിടെ എല്ലാം സ്ട്രീറ്റ് കഫേയും ഷോപ്പുകളൊക്കെയാണ്. തായ്ലൻഡ് പോലല്ല, ധാരാളം ആളുകൾ ഭിക്ഷ യാചിക്കാനൊക്കെ ധാരാളം ആളുകൾ ഇങ്ങനെ കൈകൂപ്പി വരും കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ പൈസ കൊടുക്കുന്നതാണ്. ഇവരെ ഇങ്ങനെ കൈകൂപ്പി വരും. അത് അവർ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി വന്നാലും പൈസ വയ്ക്കാൻ വേണ്ടി വന്നാലും നന്ദി പറയുവാണെങ്കിൽ ഇവർ കൈകൂപ്പിയാണ് വന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു നൈറ്റ് ലൈഫിൻ്റെ ഭാഗമായിട്ട് ഇവർ ഗവൺമെൻറ് പണിതിട്ട കുറേ കടകളാണെന്ന് തോന്നുന്നു. പക്ഷെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഒന്നും ഇതുവരെക്കേണ്ട പ്രവർത്തനം ആരംഭിച്ചില്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ തിരിച്ചു താണ്ടേ നടന്ന് ഇതിലെ കൂടെ ധാരാളം ആളുകൾ നടക്കാനും എന്താ പറയുക ഓടാനൊക്കെ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഡാൻസ് കണ്ട സ്ഥലം അവിടെയാണ്. നമുക്കൊരു ലെഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. You going straight? Yeah. Okay, can we? Okay, straight right? We going straight this way. Okay, get. Yes. Okay. വഴിയരികില് കാറെന്തോ ആക്സിഡന്റ് ആയതാണോ? ഇതെന്താ കാർ ആക്സിഡന്റ് ആയി കിടക്കുവാണല്ലോ. എൻ്റെ അമ്മതാ അത് ഇടിച്ചു. ഈ കാർ ഇടിച്ചു. കാണുന്നതാണ് നമ്മുടെ തായ്ലൻഡ്. തായ്ലൻഡിന്റെ ഇവിടെ ഇരിക്കാൻ വേണ്ടി, തായ്ലൻഡ് കാണാൻ വേണ്ടി ഇവിടെ സ്ഥലമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം കൊച്ചു പയ്യന്മാരാണ് കേട്ടോ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പേർഷ്യന്ന് വന്ന, അതായത് നമ്മുടെ പേർഷ്യ എന്ന് പറയുമ്പോൾ ഇറാനിൽ നിന്ന് വന്ന രണ്ട് കപ്പിളല്ല ഒരു കപ്പിളുണ്ട്. ഞാൻ അവരെ പരിചയപ്പെടുത്തില്ല.
ഹാദിയും Masuma. ഇത് ഹാദി ആൻഡ് മസുമ. Yes. You can say hi, you know. Yes. ഇറാന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ടെഹ്റാനിൽ നിന്നാണ് അവർ വന്നത്. അവരും ഇവിടെ നമ്മളെ പോലെ കൗസഫർ ആയിട്ട് ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. അപ്പൊ അവരിവിടെ പുലാവ് ഉണ്ടാക്കുവാണ് കേട്ടോ. ഇറാന്റെ മെമ്മറീസ് എനിക്ക് വരുന്നുണ്ട്. കണ്ടേ, this is potato, right? Chicken. Yes, potato and chicken and Pulau rice. zafrani. Yes, pulau zafrani. Pulao saffroni. Rice with saffron from Iran. ഒരു ലോഡ് സാഫ്രോൺ കുങ്കുമം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കുങ്കുമമാണ് കേട്ടോ. പിന്നെ അവിടെ റൈസ് ഉണ്ടാക്കുന്നുണ്ട്, അവിടെയും പൊട്ടാറ്റോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. എനിവേ, താങ്ക് യു ഗൈസ്. Yes, thank you. You guys are traveling. Where are you guys going to next? I mean, which country? Yes, we are going to go to Cambodia next and then Vietnam and Malaysia and then come back to Iran. We are waiting for you in Iran. Yes, I'm coming. Welcome to your beautiful country. Our pleasure. അപ്പൊ നമ്മള് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരോട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മുടെ ബ്രോന്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും കൂടെ നമ്മൾ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം. So nice. Your glasses. നമുക്ക് ദാണ്ടെ ഇവിടെ ഭക്ഷണം അവർ സെർവ് ചെയ്യാണ്. ദാണ്ടെ സാഫ്രോൺ ഇട്ട റൈസ്, അതിൽ പച്ച റൈസ്, പിന്നെ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഹേയ്, ഹായ്, ഹൗ ആർ യു? വാട്ട്സ് യുവർ നെയിം? നോക്ക്. അപ്പൊ ഇവിടെ നോക്കുണ്ട്, ഇവിടെ നിക്കോളാസ് ആൻഡ് നോക്ക്. ഇറ്റ്സ് ലൈക്ക് Nick and Nock. നിക്ക് ആൻഡ് നോക്ക്. പെർഫെക്റ്റ് കപ്പിൾ. അപ്പൊ നമ്മളിവിടെ ഐസി ഉണ്ട്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനി Two amazing cooks. Okay.